1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി. പ്രഖ്യാപനം കഴിയും വേഗമുണ്ടാകുമെന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി പ്രതികരിച്ചത്. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് തുടരും. ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനൊപ്പം സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്ന് സണ്ണി ജോസഫ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. ഭരണം ലഭിച്ച സർക്കാരിൽ തത്തുല്യ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന വേളയിൽ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞാൽ മതിയെന്നാണ് നിലവിലെ ധാരണ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുൻപ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്നും എംപിമാർ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി പറഞ്ഞു. വ്യക്തിപരമായി തനിക്ക് മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പിയുമായി ചർച്ച നടത്തി. ആദ്യഘട്ടത്തിൽ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. സിറ്റിംഗ്, സംവരണ മണ്ഡലങ്ങൾ, ഒറ്റപ്പേരിലേക്ക് എത്തിയ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിലുണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം VD സതീശന്റെ യാത്രയ്ക്ക് ശേഷം മതിയെന്ന് ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.